ഈ ബില്ല് സാധാരണഗതിയിൽ ഇങ്ങനൊരു ബില്ല് വരുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷയില്ല. കാരണം ഇത് BSCക്ക് രണ്ടാമത് റെഫർ ചെയ്തൊരു ബില്ലിന്റെ സമയം വന്നു. സാർ, ഈ ബില്ല് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം ഒരു ഫിനാൻസ് ബില്ല് വന്നാൽ സബ്ജക്ട് കമ്മിറ്റിക്ക് പോകേണ്ടതാണ്. സബ്ജക്ട് കമ്മിറ്റിക്ക് പോകുന്നേ ഇല്ല, ഇവിടെയാണ് ചർച്ച. സാർ, ഇത് വളരെ ധൃതി പിടിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ബില്ലാണ് ഇത്. ആകെ ഈ ഫിനാൻസ് ബില്ലിനകത്തുള്ള ആകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഈ മദ്യത്തിന്റെ നികുതിയായി ബന്ധപ്പെട്ട കാര്യം ഇതിനകത്ത് മേജറായിട്ടുള്ളൂ. മറ്റധികം കാര്യങ്ങളൊന്നും ഈ ബില്ലിലില്ല. സാർ, അപ്പൊ ഇങ്ങനൊരു ബില്ല് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മൾ ഈ സഭയില് പൊതുവിൽ പ്രതീക്ഷിച്ചാൽ അതിനുശേഷം വന്ന ചർച്ചകളുടെ പൊതു സ്പിരിറ്റ് നോക്കണം സാർ. ഈ സഭയെ പറഞ്ഞ ഉറപ്പെന്താണ് സാർ? ഈ സഭയെ പറഞ്ഞ ഉറപ്പ് ആവശ്യമായ ചർച്ചകൾക്ക് ശേഷമേ ഇത് നടപ്പിലാക്കുള്ളൂ. ആവശ്യമായ ചർച്ചകൾക്ക് ശേഷമേ നടപ്പിലാക്കുള്ളൂ എന്ന് പറയുമ്പം ഇതിനകത്ത് ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം തന്നെ 3ഉം 4ഉം അനുസരിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് പ്രാരംഭ അധ്യായം 1-നകത്ത് തന്നെ സബ്സെക്ഷൻ 1-നകത്ത് 3ഉം 5ഉം വകുപ്പുകൾ സർക്കാർ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴി നിശ്ചയിക്കുന്ന അത്തരം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഈ ആക്ടിലെ തൊട്ടടുത്ത് ഈ ആക്ടിലെ ശേഷിക്കുന്ന വ്യവസ്ഥകൾ ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. സാധാരണഗതിയിൽ സാർ മിക്കവാറും ഈ ഫിനാൻസ് ബില്ലിൽ വരുന്ന ടാക്സ് സംബന്ധിച്ച പ്രപ്പോസൽസ് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. സാർ, ഈ സഭയ്ക്കകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ സംസാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇത് ആ ഒരു വിശ്വാസ്യത സഭയോട് എടുത്തിട്ടില്ല. പൊതുവിൽ ഇത് ഗവൺമെന്റിനകത്ത് ചർച്ച ചെയ്തോ നയത്തിന്റെ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ ചർച്ച നടക്കുന്നതാണ്. അപ്പം പൊതുവിൽ ഈ സഭയിൽ പറഞ്ഞതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല വന്നേക്കുന്നത്. സബ്ജക്ട് കമ്മിറ്റി ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യാതെ സാധാരണ എന്തെങ്കിലും വന്നിട്ടുണ്ട് സാർ? അങ്ങ് തൊട്ടു മുമ്പ് ഉള്ള നിയമസഭയിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായിരുന്നു. ഞാൻ ചെയർമാനായിരുന്ന ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അങ്ങ് വളരെ സഹകരണാത്മകമാണ്. ചില കാര്യങ്ങൾ ഡിസന്റ് ഒക്കെ പറയും, അത് ആ ചർച്ചകൾ നടത്താറുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം, ഇതുപോലൊരു കാര്യം, ചെറിയൊരു കാര്യമായപ്പോലും സബ്ജക്ട് കമ്മിറ്റി പോകാതെ നമ്മൾ വെച്ചിട്ടുണ്ടോ? അപ്പൊ സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും സമയം കണ്ടെത്താതെ ഇവിടെ ഇങ്ങനൊരു ഫിനാൻസ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് വാസ്തവത്തിൽ നിയമസഭയുടെ എല്ലാ അവകാശങ്ങളെയും എടുക്കുന്ന ചർച്ചകൾ അനുവദിക്കാത്ത, ചർച്ച വേണ്ട എന്നൊരു സമീപനത്തിന്റെ ഭാഗമാണ് സാർ. സാർ, ഇതിനകത്ത് ഈ നിയമത്തിനകത്ത് KGST നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന 0.5 മുതൽ 10 വരെയുള്ള ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളതിന് 175%, ഈ 10 മുതൽ 20% എന്നുള്ളതിനകത്ത് 120%, 175% യഥാക്രമം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ബില്ലാണിത്. സാർ, ഈ ബില്ല് യഥാർത്ഥത്തിൽ കേരളത്തിലെ ചർച്ച ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞേ? 3 വർഷക്കാലമായിട്ട് ഇത് ധനകാര്യ വകുപ്പ്, ടാക്സ് വകുപ്പ് അനുമതി കൊടുക്കാത്തതാണ് സാർ. അനുമതി കൊടുക്കാത്ത വേറൊന്നും കൊണ്ടല്ല. ഹോട്ടുമ്പോ നേരത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നോക്കി അതിനകത്തും റേറ്റിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ആയാലും അതാണല്ലോ. അങ്ങനെ ആയാലും അത് ഞങ്ങൾ LDF ഗവൺമെന്റ് ആലോചിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് സാർ. എന്തുകൊണ്ടാണ് സാർ? കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവര് ഇതിലേക്ക് പോകാവുന്നതാണ് സാർ. അങ്ങനൊരു കാര്യം വന്നിട്ട് അത് നടപ്പിലാക്കിയില്ല സാർ. നടപ്പിലാക്കാതെ ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോ ആ ഗവൺമെന്റിന്റെ എക്സൈസ് നയം, UDFന്റെ നയം, ആ നയത്തിന് വ്യത്യസ്തമായി വരുന്നു. ക്യാബിനറ്റ് ചർച്ച ചെയ്യേണ്ടതാണ്, റേറ്റ് ചർച്ച ചെയ്യണ്ട സാർ. റേറ്റ് ചർച്ച ചെയ്യണ്ട, പക്ഷെ നയം ചർച്ച ചെയ്യണം സാർ. അതില്ലാതെയാണ് സാർ ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യം വന്നിരിക്കുമ്പോ വളരെ അപകടകരമാണ്. ഇതിനകത്തോട് സാങ്കേതികത്വമൊന്നും അല്ല, വേറെ സാങ്കേതികത്വ പ്രശ്നങ്ങൾ. ഞാൻ ക്രമപ്രശ്നമാണ് ഞാൻ പറഞ്ഞു നിർത്താൻ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സാർ. അപ്പൊ ഇതിനകത്ത് ഇതിനെ കൊണ്ടുവന്നു എന്നുള്ളത് സഭയുടെ എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചു സാർ. സഭയുടെ എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ഏത് ധനകാര്യ ബില്ലാണ് സാർ ഇത്രയും സീരിയസ് ആയ റേറ്റ് സംബന്ധിച്ചുള്ള ഫിനാൻസ് ബില്ല് ഏതാണ് സാർ സബ്ജക്ട് കമ്മിറ്റിക്ക് വരാത്തത്? സബ്ജക്ട് കമ്മിറ്റിക്കകത്ത് ചെറിയൊരു കാര്യം പോലും സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യുന്ന ഒരു പാരമ്പര്യമുള്ള നമ്മുടെ നിയമസഭയിൽ സബ്ജക്ട് കമ്മിറ്റിക്കകത്ത് ഒരു ബില്ല് വരാതെ നേരെ കൊണ്ടുവന്ന് സഭയിൽ കൊണ്ട് പാസ്സാക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങേറ്റം തെറ്റല്ലേ സാർ? അതാണ് സാർ പ്രധാന ക്രമപ്രശ്നം. അത് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. ഇന്ന് വരെ ഈ അസംബ്ലിയിൽ നമ്മൾ തുടർന്നു വന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് സാർ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 3ഉം 4 പ്രൊവിഷൻ സാധാരണക്കാളും വ്യത്യസ്തമായ ഒരു പ്രൊവിഷനോട് ചേർത്തേക്കുക സാർ. എക്സിക്യൂട്ടീവിന്റെ തീരുമാനവും ലെജിസ്ലേറ്റീവ് ബില്ലും തമ്മിലുള്ള ആ ചെറിയ സുപ്രീം കോടതി തന്നെ പല കേസുകളും വന്നിട്ടുണ്ട് സാർ. സുപ്രീം കോടതി തന്നെ പല ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് സാർ. സാധാരണഗതിയിൽ ഫിനാൻസ് മാറ്റേഴ്സ്, മണി മാറ്റേഴ്സിന്റെ ഒരു ബില്ല് വന്നാൽ അത് ആക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ടീവിന്റെ എക്സസീവ് ഡെലിഗേഷൻ കൊടുക്കാറില്ല. ഈ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് എക്സസ് ആയിട്ട് എക്സിക്യൂട്ടീവിന് കൊടുക്കേണ്ട കാര്യമില്ല സാർ. ഇതിങ്ങനെ വെച്ചേക്കുവാണ്. ബില്ല് നിയമസഭ പാസ്സായി ആക്ട് ആയി കഴിഞ്ഞാൽ ഇന്ന ദിവസം തൊട്ട് കൊടുക്കാമെന്ന് പറയുന്നതിന് പകരം വീണ്ടും ഒരു ബാർഗൈനിങ് പോയിന്റ് വെച്ചേക്കാലോ സാർ. തുറന്നു പറഞ്ഞാൽ ബാർഗൈനിങ് പോയിന്റാണല്ലോ. എക്സിക്യൂട്ടീവ് പർട്ടിക്കുലർ മന്ത്രി അല്ലെ പർട്ടിക്കുലർ കമ്മീഷണർ ഒപ്പിട്ടാൽ അന്ന് തൊട്ട് ഇത് കച്ചവടം നടത്താന്ന് പറഞ്ഞാൽ
സാർ ഈ എക്സിക്യൂട്ടീവിനെ ഈ ലെജിസ്ലേച്ചറിന്റെ മേലെ പ്രതിഷ്ഠിക്കുകയാണ് സാർ. ഈ ലെജിസ്ലേച്ചർ അംഗീകരിക്കട്ടെ, എന്നാ പിന്നെ നിങ്ങൾ തീരുമാനിക്കേ. അതിന് പകരം ഒരു ഉദ്യോഗസ്ഥന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടാൽ അപ്പം മുതൽ ഈ പർട്ടിക്കുലർ മദ്യം വിൽക്കാമെന്ന് പറയുന്നത് എക്സസീവ് ഡെലിഗേഷൻ, അത് തെറ്റാണ്. അതുകൊണ്ട് ഇത് പാസ്സാക്കുന്ന